ഈ ഒരു പ്രശ്നത്തിലും കൂടി അത് കിട്ടുന്ന കിട്ടി എല്ലാം ശരിയാവും. ഇത് ചാത്തങ്കൈ നൂമിൽ പോയ ഇത് യഥാർത്ഥം ഈ പോയ ഞങ്ങൾക്ക് അറിയാനാകുമ്പോൾ ഉണ്ടായിരുന്നത് ഇതാണ്, ഈ വഴിയാണ്, ഇത്രയാണ് ഈ പോയ ഉണ്ടായിരുന്നത്. അപ്പം ഇതിൻ്റെ ഈ ഭാഗത്തിൻ്റെ ഈ ഭാഗം കംപ്ലീറ്റ് കൂട്ടിയതായിട്ടും കൃഷി ആവശ്യത്തിനും മറ്റിനും കൂട്ടിയതായിട്ടാണ് നമുക്ക് അറിയുന്നത്. ആ ബോർഡർ ഉള്ള അതിൻ്റെയും ഒരു 25 മീറ്റർ അപ്പുറമാണ് ശരിയായ വഴിയുള്ളത്. ഓ ആ വഴി വന്നിട്ട് ഈ തോട്ടിലേക്കാണ്, ഈ തോട് മുറിച്ചിട്ടാണ് നമ്മൾ പണ്ട് വഴിയായിട്ട് ഉപയോഗിച്ചുകൊണ്ടായ സ്ഥലം. ഈ തോട് ഇതിലെ കൂടിയിട്ടായിരുന്നു നമ്മൾ തോടായിട്ട് ഉപയോഗിച്ചുകൊണ്ടായ സ്ഥലം മുമ്പ്. അപ്പോൾ ഏകദേശം ഇവിടുന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര സ്ഥലം ഇവർ ഇതിൽ കൂട്ടിയിട്ടുണ്ടെന്നുള്ളത്. ഒന്ന് അത് പിടിച്ചു പോകുന്നത് മുമ്പിൽ. എന്നിട്ടിപ്പോൾ അത് മാറ്റിയിട്ട് തൽക്കാലം വേറൊരു വഴി മാറ്റിയിട്ട് തോട് ഇവിടുന്ന് വന്നിട്ട് ഇപ്പം ഇങ്ങനെയാണ് ഇതിൽ വിട്ടിട്ട് പോകുന്നുള്ളത്. പക്ഷെ ഇതും ഈ വഴിയും അല്ല, ശരിക്കുള്ള വഴി അതായിരുന്നു. അത് ഇന്നത്തെ തലമുറക്ക് അറിയില്ല. ഞങ്ങൾക്കറിയാം. ഇവിടെ തടസ്സം കാലത്തെ ആൾക്കാർ നടന്നു പോകുന്ന വഴിയാണ്. പഴയ കാലത്ത് അവിടെ മീൻ പിടിക്കാനും ചെമ്പിരിക്കും അവിടെ ഇവിടുത്തേക്കെല്ലാം പോകുന്ന നടന്നു പോകുന്ന എത്രയോ ആൾക്കാർ നടന്നു പോകുന്ന വഴിയാണ്. തടസ്സങ്ങൾ കണ്ടില്ലേ ഇപ്പോൾ ഇവിടെ? മതിൽക്കെട്ട് കണ്ടില്ലേ? ഇതെങ്ങനെ വരണ്ടേ അറിഞ്ഞെങ്കിൽ ഇതിനപ്പുറം വഴിയില്ല. അകത്താണുള്ളത് ഈ വഴി. ഇവര് തെങ്ങിന് എനിക്കിപ്പോ അപ്പുറം കിടക്കണമെങ്കിൽ ഇതാ ഇതിപ്പോ നമ്മൾ ഭാഗത്തേക്ക് കാലിന് ആൾക്കാരെ കൊണ്ടുപോകണമെങ്കിൽ എനിക്ക് മാർഗം ഇതിലെ കൂടിയിട്ട് കെട്ട് ഇനിയാണ് നമുക്ക് എടുക്കാനുള്ളത്. ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു കുറുക്ക് വഴി അത് കാണിക്കണം. ഇതിപ്പോ ഇതിങ്ങനെയാണ് ഇപ്പൊ നമുക്ക് എടുക്കുന്നത്. ബാലൻസ് പിടിച്ചില്ല. ഇവരിപ്പോ മുള്ളു വെച്ചിട്ട് കണ്ടില്ല, ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ അടിയിലുള്ള കൂടി മാനേജർ വന്നിട്ട് ഇതെല്ലാം ഇതാ കണ്ടില്ലേ, ഇതാ മുള്ളു കമ്പി ഉണ്ടല്ലേ, ഇതണ്ട, ഇതാണ് ശരിയായ വഴി. ഇത്ര ഇവർ പുറത്തേക്ക് സ്ഥലം അല്ല, ഇത് മനസ്സിലായില്ലേ? കുടിക്കാൻ കണ്ടറിൽ കൊണ്ടായിട്ട് പോകുന്നതും ഇവർ നിർത്തിവെച്ച്. അപ്പൊ ഇനി ഞങ്ങൾ എങ്ങനെ പോണം? തോണിയില്ലാതെ ഈ വഴിയാണ് ഇത് കംപ്ലീറ്റ് കൂട്ടിയതാണ്. ഇതിലെ കൂടി ഞങ്ങൾ പണ്ട് നടന്നു പോയിക്കൊണ്ടായിരുന്നു. ഈ വഴി ഈ ബന്ധാക്കിയത് ഓർമ്മയില്ലേ? ഇതിലെ കൂടി നടന്ന് ഞങ്ങൾ പോയിക്കൊണ്ടേ. നിനക്കെല്ലാം ഓർമ്മയുണ്ട്? അതുകൊണ്ട് ഇപ്പൊ നമ്മളുടെ കറക്ക് നിൽക്കലാണ് വീഴുമ്പോ. ഇതാണ് ശരിയായ ഇത് കംപ്ലീറ്റ്, ഈ കംപ്ലീറ്റ് സ്ഥലം അടുത്തോളം അയക്ക വരെ കൂട്ടിയതാണ്. ഉണ്ട്. അത് ഇവർ ആധാരത്തിന് തന്നെ തെളിയൊന്ന് പൈസ കൊടുത്തില്ല. വഴിയില്ലാതെ
രാജകൊട്ടാരം വരുമ്പം നമ്മളെ നാട്ടുകാർക്ക് വഴിയില്ല അവിടെ ഏത് പറയണോ മതിൽ കെട്ടിയിട്ട് അവർക്ക് വഴിയില്ലാണ്ടാക്കി ഒരു മതിലായി കുട്ടിയായിട്ടുണ്ട് ഇവർ എക്കോറിയത്തിൽ എടുത്തിട്ടുള്ളത്. അവർക്ക് നടന്നു പോകാൻ ഒരു വഴിയില്ല ഇപ്പോൾ. അങ്ങനത്തെ വാസ്തവത്തിലുള്ള ഇതാണ് ഇവിടുത്തെ പുരോഗമനം. ഏകദേശം നമ്മൾ മാണിപ്പള്ളിൻ്റെ താഴെന്ന് മുതൽ അയ്യിക്ക വരെ ഏകദേശം 30-40 ഏക്കർ വ്യൂ ആക്കി നിർത്തണം. അക്കരങ്കര ടൂറിസം അത് എഴുതണം. അവിടെ എത്രയോ ആൾക്കാർ മീൻ പിടിച്ച് ജീവിച്ചിരിക്കുന്നത് ഇന്ന് ഇവർക്ക് മീൻ പിടിക്കുന്ന ആൾക്കാർക്ക് ഇറങ്ങി അത് മുതൽ ഏകദേശം അയ്യിക്ക വരെ ഏകദേശം 2.5 കിലോമീറ്റർ 3 കിലോമീറ്റർ നീളത്തിൽ നിൽക്കുന്ന സ്ഥലമാണ്. ഏകദേശം 150 മീറ്ററോളം വീതിയിലാണ് ഈ സ്ഥലം ഇവിടെ കൈയടക്കിയിട്ടുള്ളത്. BRDCൻ്റെ പേരിൽ ഹോളിഡേ ഹോട്ടലാണ് ഇത് ചെയ്തിട്ടുള്ളത്. BRDC എന്നാണ് പറയുന്നത്. പക്ഷേ BRDCയുടെ വന്നിട്ട് ആദ്യം ബന്ധാക്കിയിട്ടില്ല. ഹോളിഡേ ഹോട്ടലും അവരുടെ മാറി മാറി വരുന്ന മാനേജ്മെന്റ് ചെയ്യുന്നത്. ആൾക്കാർക്ക് ഇറങ്ങി നടക്കാനുള്ള വഴിയില്ല. ഇപ്പൊ ഒരു പുതിയൊരു മാനേജ്മെന്റ് അവിടുത്തെ ഓം വന്നതിന് ശേഷം ഇതെല്ലാം കൂടുതൽ സ്ട്രിക്റ്റ് ആക്കിയിട്ടുള്ളത്. 3.5 സെന്റ് ജാഗ കുറവ് 3.5 സെന്റിലുണ്ട്. ഉറപ്പ് പക്ഷെ ആ വ്യക്തി തന്നെയാണ് ഇവർക്ക് എത്ര ഇതിനു വേണ്ടിയിട്ട് സ്ഥലം കൊടുത്തത്. അപ്പോൾ ഉള്ള വാഗ്ദാനം എന്ത്? ഇതിലെ കൂടി നിങ്ങളെ വീട്ടിലേക്ക് റോഡ് തരാം. എന്നിട്ട് ഇപ്പോൾ അല്ല അതല്ല പറഞ്ഞത്. പിന്നെ നമുക്ക് അവർക്ക് വാഹനം പോകുന്ന വഴി കൊടുക്കാന്ന് പറഞ്ഞിട്ട് പാവം അയാൾക്ക് കിട്ടിയത് നടന്നു പോകുന്ന ഒരു ചെറിയൊരു വഴി മാത്രമേ ഇപ്പോൾ അയാൾക്കുള്ളൂ. അയാളെ ഭാര്യയും കുട്ടികളും വളരെ സീരിയസ് ആയിട്ട് ഭാര്യയുള്ള സമയത്ത് പോലും ഒരു ഓട്ടോറിക്ഷ പോകാൻ പോലും അതിനകത്തേക്ക് ഒരു വഴിയില്ല. വീട്ടു സ്ഥലം മാത്രമേ ഇയാൾക്ക് ഇപ്പോൾ നടന്നു പോകാൻ വേണ്ടിയിട്ട് അവർ കൊടുത്തിട്ടുള്ളൂ. മൂപ്പർക്ക് ഇപ്പൊ ശരിക്കും മൂപ്പർക്ക് കൊടുത്ത സ്ഥലം ഇത്രയാണ്. ഇത് മാത്രമേ ഇപ്പൊ മൂപ്പർക്ക് ഇത്ര സ്ഥലം മാത്രമേ മൂപ്പർക്ക് ഇപ്പൊ ഇതിലെ പോകാൻ വേണ്ടി വഴി കൊടുത്തുള്ളൂ. ഇത് അവരൗദാര്യാണ്. അവരുടെ തന്നെ അറൗണ്ട് മറന്നെടുക്കണം. ഈ സ്ഥലമാണ് ഇപ്പൊ മൂപ്പർക്ക് നടന്നു പോകാൻ വേണ്ടി കൊടുത്തിട്ടുള്ളത്. ഇതിനപ്പുറമുള്ള സ്ഥലം അവർക്ക് മറന്നെടുക്കണ്ടേ? BRDCക്ക് വേണ്ടിട്ട് കൊടുത്ത ആൾക്ക് മിച്ചമായിട്ട് കിട്ടിയത് ഈ ഒരു അതിപ്പോ കിട്ടിയത് ഇവർ ഉദ്ഘാടനം കിട്ടിയില്ല. ഏത് അസറപ്പ് വഴി ഇത് ഉദ്ഘാടനങ്ങൾ കിട്ടൂല. ഇവിടെ നിന്നാണ് ഇടവങ്കൽ അമ്പലത്തിലേക്ക് കുളിയന് പോകേണ്ടത്. ഇവിടുന്ന് പോയാലേ അവിടെ മറ്റുള്ള പരിപാടികളൊക്കെ നടക്കും. അപ്പോൾ അത്രത്തോളം ഒരു വലിയൊരു സംഭവമാണ് ഇവിടെയുള്ളത്. ഇതിനെ പോലും വരാനുള്ള ഒരു സൗകര്യം ഈ നാട്ടുകാർക്കോ അന്യനാട്ടുകാർക്കോ കുടുംബക്കാർക്കോ ഇല്ല ഇവിടെ. അപ്പോൾ അത്രത്തോളം ഒരു നിഷ്ഠൂരമായ സംഭവമാണ് ഇവിടെ നടക്കുന്നത്. കൊടുത്തതിന് ശേഷം മൂപ്പർക്ക് മിച്ചമായിട്ട് കിട്ടിയത് ഇത് മാത്രമാണ്. ഒരു വഴി മാത്രമാണ്. വഴിയില്ല. ഇവിടെ ദേവസ്ഥാനമുണ്ട്. ഇവരെ കുടുംബം ഇതിന്റെ ഒന്ന് പ്രത്യേകത നിങ്ങൾ പറഞ്ഞു തരണം. ഇവിടുന്ന് കുളിയാൻ പോണാണ്. കുളിയങ്കല്ല ഇത് അല്ല ഇവിടുന്ന് അമ്പലത്തിൽ ഇവർക്ക് ഈ പടിഞ്ഞാറ് വശത്തും തെക്കേ വശത്തും കിഴക്കേ വശത്തും എല്ലാം പിന്നെ മതിലാണുള്ളത്. എവിടെയും പോകാനുള്ള ഒരു വഴി. ഇതിപ്പോ ഒരു കൊല്ലത്തിലൊരു കെട്ടി വൻമതിലാക്കിയതിനു ശേഷം ഒരു കാറ്റ് കിടക്കാൻ പോലും ഒരു വഴിയില്ലാണ്ടാക്കിയിട്ട് ഇപ്പൊ മൂപ്പര് ഒരു ഒറ്റപ്പെട്ടിട്ടുള്ളത്. എന്നിട്ട് അവർക്ക് വെള്ളം ഇല്ലാഞ്ഞിട്ട് ഇപ്പൊ ഇവരെ കിണറ്റുന്നാണ് വെള്ളം കൊടുക്കുന്നത്. BRDCക്ക് ഏറ്റവും കൂടുതൽ വെള്ളം കൊടുക്കുന്നുള്ളത് ഇപ്പൊ അവരാണ്. ഇത് ആടെ വേണം വേറെല്ലാം ഇതെല്ലാം കാണിച്ചോതാ അല്ല ഇനും വേറെ ഇല്ല മതല്ല വേറെ പോകുന്നുണ്ട്. അത് വേണം അടുത്ത് പോയിട്ട് എടുത്തോ. നമുക്കൊരു വയ്യൂല്ല. മതിൽ കെട്ടിയിട്ട് ഇവർക്ക് നടന്നു പോകാനോ ഒരു നല്ല ശുദ്ധവായു ശ്വസിക്കാനുള്ള ഒരു സംവിധാനം പോലും ഒരു ജീവിക്കുന്ന ആളാണ് ഇയാളെല്ലാം ഇവിടെ ഇനിയും പോയിട്ട് സുഖമില്ലാതെ ചികിത്സയിൽ കഴിയുന്ന പിന്നെ പെണ്ണുങ്ങളാണ് ഇവർക്ക് ഇവിടുന്ന് എവിടെ പോകാനുള്ള ഒരു വഴിയും ഇല്ല. എന്തെങ്കിലും സംഭവിച്ചു പോയാൽ കയ്യിലെടുത്തിട്ട് ചാത്തങ്ങ പിടിയെ കൊണ്ടുകൊടുത്തേണ്ട അവസ്ഥയിലാണ് ഉള്ളത്. രണ്ടര ഫീറ്റ് മാത്രമേ ഇപ്പൊ ഈ സ്ഥലത്ത് വിട്ടിട്ടുള്ളൂ. പിന്നെ വേറെ ഈ റോഡ് 2.5 ഫീറ്റ് മാത്രമേ ഇവിടെ റോഡിൽ നിന്ന് വിട്ടിട്ടുള്ളൂ. ഈ ടൂറിസത്തിന്റെ റോഡ് വരണതാ. പിന്നെ കണ്ടോ ഇത് ഇന്ന് എടുക്കണം. അടുത്തോളം അപ്പം ഇവിടെ അടുത്തോളം
ഒരു ഇത് മാർക്ക് ചെയ്ത് BRDC മാർക്ക് ചെയ്ത് ഇത് കുഞ്ഞിരാമൻ MLA വീടത്തേക്ക് വന്ന് ആരെ കൂടെ പട്ടുവത്ത് മൊയ്തു രാജിന്റെ കൂടെ എങ്ങനെ പട്ടുവത്ത് മൊയ്തു രാജിന്റെ കൂടെ ഇവിടെ അത് ഞാൻ സ്വന്തം കണ്ണോട് കണ്ടതാണ് എങ്ങനെ പക്ഷെ അയാൾ കുറ്റം പറഞ്ഞിട്ടുമല്ല അയാൾ പറഞ്ഞ് എൻ്റെ സ്ഥലത്ത് നിന്ന് മാത്രം കൂടുതൽ പോകാൻ പറ്റിയില്ല അതായത് ഇവരെ സ്ഥലം കൊടുക്കണം അതനുസരിച്ച് ഞാൻ അയാൾ സ്ഥലം കൊടുക്കാൻ പറഞ്ഞു ഉദ്ദേശിക്കുന്നത് എന്താ പറയുമ്പോൾ വൻ വ്യവസായികളെല്ലാം ഒഴിവാക്കിയിട്ട് അവർ കൊടുക്കില്ല ഇത് അവരെ മതിൽ പൊളിക്കില്ല ഏത് അവരെ മതിൽ പൊളിക്കൂല ഇയാളെ ഇത്ര സ്ഥലം പോകണം അപ്പൊ ഇയാൾ അവിടെ പ്രതികരിച്ചത് ഇതേപോലെ തന്നെ എനിക്ക് അപ്പുറത്തുനിന്ന് പോകുമല്ലോ ടൂറിസ്റ്റ് ഇതേപോലെ കൊടുക്കുന്നത് ഞാൻ റെഡിയാ വീട് ചെയ്താ ചിഹ്നം കണ്ട ഇത് ഈ റോഡ് നേരത്തെ ഈ ഒരു റോഡ് ആർത്തോളം 150 മീറ്റർ പോലും വികസനം ആടത്തേക്ക് എത്തേണ്ടത് ട്രാൻസ്ഫോമർ അതുപോലും ആ വികസനം പോലും ഇവരെ പഴയ മുന്നത്തെ ടൂറിസ്റ്റ് MLA കുഞ്ഞിരാമൻ ഇവിടെ വന്ന് ഞാൻ കണ്ടോട് കുഞ്ഞിരാമൻ ഇവിടെ കൊടുന്നു കോട്ടത്ത് മൊയ്തുട്ടിയാച്ചി ഓനെ ഒക്കെ കൂടി സ്റ്റേ ആക്കി കുഞ്ഞിരാമനും മൊയ്തുട്ടിയായും കൂടി സ്റ്റേ ആക്കി ഇങ്ങനെ റോഡ് ആടത്തേക്ക് മതി ഇവിടത്തേക്ക് വേണ്ട ഇതാണ് ഇത് ഡാമർ റോഡ് ഇവിടുന്ന് ശരിക്കും 1 ഫീറ്റ് 2 ഫീറ്റ് മാത്രം വിട്ടിട്ടാണ് ഈ മതിൽ കെട്ടിയിട്ടുള്ളത് ഇവിടെ കാണിക്കാൻ ശരിക്കും 2 ഫീറ്റ് ഇവിടുന്ന് ഇങ്ങനെ 2 ഫീറ്റ് വിട്ടിട്ടാണ് മതിൽ കെട്ടിയിട്ടുള്ളത്